ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, 5 ചാപ്റ്റേഴ്സ് നമ്മൾ ഒറ്റ വീഡിയോയിൽ പഠിക്കുകയാണ്, അത് കുറഞ്ഞ മിനിറ്റ് കൊണ്ട്. സോ ഈ വീഡിയോ മുഴുവനും കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ എന്റെ പേര് ഷാഹിദ് റംസാൻ, സൈലം മാത്സ് ഫാക്കൽറ്റി ആണ്. അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് സൈലം മസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്, താഴെ നമ്മൾ വിളിച്ചാൽ മതി. സോ നമ്മൾ നേരെ ആദ്യത്തെ കാര്യത്തിലേക്ക് കിടക്കാണ്. രണ്ടാമത് ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ രണ്ട് പോയിന്റ്. അതായത് നമ്മൾ രണ്ട് ന്യൂ നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഒരിക്കലും റൂട്ടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആഡ് ചെയ്യാൻ പാടില്ല. √2 + √3 നോട്ട് ഈക്വൽ ടു √2 + 3. ഇതിന്റെ കൂടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു വാല്യൂ ആണ് 1.414. അതേപോലെ √3 എന്ന് പറഞ്ഞാൽ 1.732. അതേപോലെ √5ന്റെ വാല്യൂ കൂടി പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, 2.23. ഈ 3 വാല്യൂസ് നിങ്ങൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ ഞാൻ അടുത്തൊരു ടോപ്പിക് ഇത്രയുള്ള ചാപ്റ്ററിൽ പഠിക്കാം. സന്തോഷമല്ലേ? രണ്ടാമത്തെ ചാപ്റ്റർ ഇത്രേ പഠിക്കാനുള്ളൂ. ഇനി അടുത്തൊരു ചാപ്റ്ററിൽ പോകുന്ന സമയത്ത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ചാപ്റ്റർ 5 ആണ്. അഥവാ ചാപ്റ്റർ 5 എന്ന് പറഞ്ഞാൽ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അഥവാ അഭിന്നക ഗുണനം. അതായത് രണ്ടാമത്തെ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. നമ്മൾ √2 + √3 നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു. എന്നാൽ √2 × √3 ഈക്വൽ ടു √2 × 3 ആണ്. ഇൻറ്റു ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് ഒരേപോലെ റൂട്ടിന്റെ ഉള്ളിലാക്കാം. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് എഴുതി വെച്ചോളൂ മക്കളെ. ഏരിയ ഓഫ് അല്ലെങ്കിൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഹൈറ്റ് കാണുന്ന ഇക്വേഷൻ ആണ് √3a/2. എഴുതി വെച്ചോളൂ. ഇതിപ്പോ 3 ആണെങ്കിൽ എന്റെ സ്ഥാനത്ത് 3, ഇത് √3 ആണെങ്കിൽ എന്റെ സ്ഥാനത്ത് √3. ഏതാണോ തന്നത് അത്. അപ്പോൾ ഹൈറ്റ് ഈസ് ഈക്വൽ ടു √3a/2 ആണ്. ഇനി ഇതേ ട്രയാങ്കിളിന്റെ പരപ്പളവ് അഥവാ ഏരിയ കാണാൻ പറഞ്ഞാൽ √3 × a²/4. ഈ രണ്ട് ഇക്വേഷനും വളരെ പ്രധാനപ്പെട്ടാണ്, നോട്ട് ചെയ്ത് വെക്കാം. ഇനി എന്നാൽ എല്ലാ സൈഡും ഡിഫറന്റ് ആണെങ്കിലോ, ഇനി അല്ലെ 2 സൈഡ് ഈക്വല് ഒരു സൈഡ് ഡിഫറന്റ് ആണെങ്കിലും ഒക്കെ തന്നെ, ഇപ്പൊ 3 സൈഡ് ഡിഫറന്റ്, അങ്ങനെ 3ൽ ഏത് കേസ് വന്നാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ കാണാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. ഹെറോൺസ് ഫോർമുല എന്ന് പറയും. √(s × s - a × s - b × s - a. അപ്പൊ ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതിയാണ്, ചുറ്റളവിന്റെ പകുതി. അപ്പൊ ചുറ്റളവ് പെരിമീറ്റർ പറഞ്ഞാൽ a + b + c 3 സൈഡും കൂടി കൂട്ടുക. എസ് എന്ന് പറഞ്ഞാൽ ആ 3 സൈഡും കൂട്ടിയതിന്റെ പകുതി. അതാണ് ഐഡിയ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. സോ ഈ ഇക്വേഷൻ പഠിക്കാതെ നിങ്ങൾ പോയത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ്. സോ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ കാണുന്ന ടോപ്പിക് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ, ഒരു സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ്. നമുക്കറിയാം ഇതിനുള്ളിൽ 6 ഈക്വിലാറ്റർ ട്രയാങ്കിൾ ഉണ്ട്. അത് 6 സമഭുജ ത്രികോണുണ്ട്. ഒരു ഈക്വിലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √3a²/4 ആണ്. അങ്ങനെ 6 ഉണ്ടെന്ന് പറഞ്ഞാൽ 6 × √3a²/4. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. സോ മിസ്സാക്കിയത് ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ്. ഇതൊക്കെ ഓർമ്മയുള്ള ആൾക്കാർ കമന്റ് ചെയ്യുക മക്കളെ. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 9 അഥവാ റിയൽ നമ്പേഴ്സ് അഥവാ രേഖീയ സംഖ്യകളാണ്. ഇതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട കുറച്ച് പോയിന്റുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, 2 ബിന്ദുക്കൾ തന്നിട്ട് അതിന്റെ ഡിസ്റ്റൻസ് കാണാൻ ചോദിക്കും. ഇപ്പം -3ഉം 4 തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? അപ്പൊ ഒന്നാമത്തെ നമ്പറിൽ നിന്നും രണ്ടാമത്തെ നമ്പർ അങ്ങ് കുറച്ചാൽ മതി. -3 -4 എന്നിട്ട് അതിന്റെ മോഡുലസ്. സോ -7 ആണ് കിട്ടുക, അതിന്റെ മോഡുലസ് 7 ആണ്. ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് മോഡുലസ്. രണ്ടാമത്തെ ടോപ്പിക് ആണ് മിഡ് പോയിന്റ് ആണ് അഥവാ മധ്യബിന്ദു ആണ്. 2 ബിന്ദുക്കൾ അതിന്റെ മിഡ് പോയിന്റ് കാണാൻ പറഞ്ഞാൽ 2 നമ്പറും തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക. അപ്പൊ -3ഉം 4ന്റെ മിഡ് പോയിന്റ് കാണാൻ പറഞ്ഞാൽ -3 + 4 / 2 ദാറ്റ് ഈസ് 1/2. ഇത് വേണമെങ്കിൽ നെഗറ്റീവും ആവാം. ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ്, എന്നാൽ മിഡ് പോയിന്റ് ക്യാൻ ബി നെഗറ്റീവ്. ഇമ്പോർട്ടന്റ് 2 പോയിന്റ് പഠിച്ചു. ഡിസ്റ്റൻസ്, മിഡ് പോയിന്റ്, അകലോ മധ്യബിന്ദു. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നാൽ ഒന്നും നോക്കേണ്ട മക്കളെ. mod x = 3 ആണെങ്കിൽ ആ ബ്രാക്കറ്റ് പൊട്ടിച്ചാൽ x = +3, x = -3. ഇതാണ് ഇതിന്റെ ആൻസർ. ഇത് കഴിഞ്ഞാൽ ഫുൾ മാർക്കാണ്. ഈ കാണുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് 1ലേക്കുള്ള ദൂരം 5 ആണ്. ഇവിടെ പ്ലസ് ആണെങ്കിലോ എക്സിൽ നിന്ന് -1ലേക്കുള്ള ദൂരം 5 ആണ്. അതാണ് ഇതിന്റെ മീനിങ്. സോ ഇതിന്റെ ആൻസർ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആ ബ്രാക്കറ്റ് അങ്ങ് പൊട്ടിക്കുക. x - 1 = +5, x - 1 = -5. അപ്പൊ എക്സിന് കിട്ടുന്ന വാല്യൂ 5 + 1 ദാറ്റ് ഈസ് 6. എക്സിന് കിട്ടുന്ന വാല്യൂ -5 + 1 ദാറ്റ് ഈസ് = -4. ഇതാണ് ഇതിന്റെ ആൻസർ. ഇത്ര ഫുൾ മാർക്കാണ്. ഇനി ഇതേ ചോദ്യം ഇവിടെ ലെസ് ദാൻ എന്ന് പറഞ്ഞു വന്നല്ലോ. സെയിം ടോപ്പിക്, x - 1 x + 1 ഏതായാലും കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്ക് ഇവിടെ x + 1 ആക്കാം. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ആ x + 1 = 6 എന്ന് കൊടുക്കുക. ആദ്യം തന്നെ x + 1 = -6 എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സിന് 2 വാല്യൂ കിട്ടും. x - 6 - 1 = 5, x is equal to -6 - 1 -7. ഇതിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാ നോക്കാം. അത് ലെസ് ദാൻ, എക്സ് ലെസ് ദാൻ വലിയ നമ്പർ.
ഇതാണ് ഇതിന്റെ ആൻസർ. ഇത്ര ഫുൾ മാർക്കാണ്. ഇനി എന്നാൽ ഇതേ ചോദ്യത്തിൽ ഇതിന്റെ ഇൻഡിജേഴ്സ് ഏത് അഥവാ പൂർണ്ണ സംഖ്യകൾ ഏതെന്ന് ചോദിച്ചാൽ -7ന്റെയും 5ന്റെയും ഇടയിലുള്ള പൂർണ്ണ സംഖ്യകൾ ഏതാ? -6, -5, -4, -3, -2, -1, 0, 1, 2, 3 and 4. ഇത്രയും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്, ക്ലിയർ ഒന്നും കമന്റ് ചെയ്യാം കേട്ടോ. സോ മക്കളെ, അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ വന്ന ഒരു പണിയുള്ള സിമ്പിൾ ട്രിക്ക് ആണ്. +1ന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക, -5ന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക, രണ്ടും കൂടി ആഡ് ചെയ്യുക പകുതി. അതായത് ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ എക്സിൽ നിന്ന് -1ലേക്കുള്ള ദൂരവും എക്സിൽ നിന്ന് -1ലേക്കുള്ള ദൂരവും എക്സിൽ നിന്ന് 5ലേക്കുള്ള ദൂരം ഈക്വൽ ആണെന്നാണ് അതിന്റെ അർത്ഥം. വിച്ച് മീൻസ് എക്സ് ഈസ് ദ മിഡ് പോയിന്റ്. സോ -1 + 5 ഈ രണ്ട് നമ്പറിന്റെ മിഡ് പോയിന്റ് ബൈ 2. സോ 4/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ് ആൻസർ. സിമ്പിൾ. ഓക്കെ. സോ ഇനി ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ. ഇനി ഒരു ചാപ്റ്ററും കൂടി, 2 ചാപ്റ്റർ കൂടി നിങ്ങൾക്ക് പറയാനുണ്ട്. മറ്റാരുമല്ല മക്കളെ, ഈ രീതിയിൽ ചാപ്റ്റർ 13 അഥവാ പോളിനോമിയൽ പിക്ചർ അല്ലെ, ആ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ കാര്യം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് തന്നതെങ്കിൽ അതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അഥവാ ഒന്നാം കൃതി ബഹുപദമായിരിക്കും. P(x = x + b). ഒരു യു ഷേപ്പിലാണ് ചിത്രം വന്നതെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട, അത് രണ്ടാം കൃതി സമവാക്യമായിരിക്കും അഥവാ P(x = x² + bx + c). ഇത്രയും പഠിക്കാനുള്ളൂ. ബാക്കി ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മക്കളെ എഴുതി വെച്ചോളൂ, സർക്കിൾ മെഷേഴ്സ് അഥവാ വൃത്തങ്ങളുടെ അളവുകൾ എന്ന് പറയുന്ന ചാപ്റ്റർ. വൃത്തങ്ങളുടെ അളവുകൾ, സർക്കിൾ മെഷേഴ്സ്. ഈ ചാപ്റ്ററിന് ചോദ്യം എന്ന സമയത്ത് നിങ്ങൾ ആൻസർ ചെയ്യുന്നത് എങ്ങനെ അറിയോ? ആകെ 2 ഇക്വേഷൻ പഠിക്കാനുള്ളത്. ഒന്ന്, സർക്കിളിന്റെ ഏരിയ കാണാൻ ഏരിയ = πr², എഴുതി വെച്ചോ. രണ്ടാമത്, സർക്കിളിന്റെ ചുറ്റളവ് കാണാൻ പെരിമീറ്റർ, ആ പുറത്തുള്ള ഭാഗം, ദാറ്റ് ഈസ് 2πr. ഇത്ര ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഈ കാണുന്നതിന്റെ ഉള്ളിൽ ഒരു സ്ക്വയർ ഒക്കെ തന്നുകൊണ്ട് ഈ കാണുന്ന പുറമുള്ള ഭാഗത്തിന്റെ ഏരിയ കാണാൻ. അപ്പൊ പുറമുള്ള കാര്യത്തിന്റെ ഇതുപോലെ ഏത് ഷെയ്ഡ് ചെയ്താൽ ചോദിച്ചാലും കോമൺ സെൻസ് ഉപയോഗിക്കുക. ഇവിടെ ഈ സർക്കിളിന്റെ മുഴുവൻ ഏരിയയിൽ നിന്നും ഈ സ്ക്വയറിന്റെ ഏരിയ കുറച്ചാൽ എന്ത് കിട്ടും? ഈ കാണുന്ന ഭാഗം കിട്ടും. ആ ഒരു ഐഡിയ നിങ്ങൾ ജനറേറ്റ് ചെയ്യുക. അത്രേ ഈ ടോപ്പിക്കിന് ചോദ്യം വരുള്ളൂ. സോ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇപ്പൊ നമ്മൾ എത്ര ചാപ്റ്റർ പഠിച്ചു? 2ാമത്തത്, 5ാമത്തത്, 9 അല്ലെ? 2, 5, 9, 2, 5, 9, പിന്നെ അതേപോലെ 13. ഇത്രയും ചാപ്റ്റേഴ്സ്, പിന്നെ അതിന്റെ പുറമെ സർക്കിൾ മെഷേഴ്സ്, ഏകദേശം 5 ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. ഇത്രയും ചാപ്റ്റർ ഒക്കെ പഠിക്കാനുള്ളൂ. സോ കൂടുതൽ ഉപകാരമുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണേണ്ടത്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.